കഴിഞ്ഞ ട്രേഡിംഗ് സെഷനുകളിൽ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് നോട്ടോടുകൂടിയുള്ള ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. അമേരിക്കൻ ഇൻഡെക്സായ നാസ്ഡാക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.63%, S&P 0.5% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. യൂറോപ്യൻ ഇൻഡിസസിൽ ഡാക്സ് 1.14%, CSE 1.26%, ഫഡ്സെ 0.36% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ഏഷ്യൻ മാർക്കറ്റുകളും കഴിഞ്ഞ ദിവസം പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് വന്ന ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. HCL ടെക്, അവന്യൂ സൂപ്പർമാർട്ട് ഉൾപ്പെടെയുള്ള പല പ്രമുഖ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷമാണ് പുറത്തു വന്നത്. HCL ടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 6.8% വർദ്ധിച്ച് 3,986 കോടിയിൽ നിന്നും 4,257 കോടിയിലേക്കെത്തി. അതേസമയം കമ്പനിയുടെ റവന്യൂ 1.6% ഇടിഞ്ഞ് 28,499 കോടിയിൽ നിന്നും 28,057 കോടിയിലേക്കെത്തി. എബിറ്റ 4.4% ഇടിഞ്ഞ് 5,018 കോടിയിൽ നിന്നും 4,795 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 17.6%-ൽ നിന്നും 17.1%-ലേക്ക് ഇടിയുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ ഇൻ ടേംസ് ഓഫ് ഡോളർ 1.9% ഇടിഞ്ഞ് 3,430 മില്യണിൽ നിന്നും 3,364 മില്യൺ ഡോളറായി മാറി. കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് 1.6% ഇടിഞ്ഞു. അതേസമയം 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസുകളെല്ലാം ഇൻടാക്റ്റാണ്. റവന്യൂ ഗ്രോത്ത് 3 മുതൽ 5% ഇയർ ഓൺ ഇയറിൽ പ്രതീക്ഷിക്കുന്നു. എബിറ്റ മാർജിൻ 18 മുതൽ 19% പ്രതീക്ഷിക്കുന്നു. കൂടാതെ കമ്പനി ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 12 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് അവന്യൂ സൂപ്പർമാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. അവന്യൂ സൂപ്പർമാർട്ടിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 17.5% വർദ്ധിച്ച് 689 കോടിയിൽ നിന്നും 744 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 18.6% വർദ്ധിച്ച് 11,865 കോടിയിൽ നിന്നും 14,069 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 18% വർദ്ധിച്ച് 1,035 കോടിയിൽ നിന്നും 1,221 കോടിയിലേക്ക് എത്തുകയും 8.7% എബിറ്റ മാർജിൻ, അതായത് ഫ്ലാറ്റ് എബിറ്റ മാർജിൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇറാഡയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 30% വർദ്ധിച്ച് 294 കോടിയിൽ നിന്നും 383 കോടിയിലേക്ക് എത്തുകയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 37% വർദ്ധിച്ച് 369 കോടിയിൽ നിന്നും 507 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. 5 പൈസ ക്യാപിറ്റലിൻ്റെ പ്രോഫിറ്റ് 39% വർദ്ധിച്ച് 14.5 കോടിയിൽ നിന്നും 20.1 കോടിയിലേക്ക് എത്തി. റവന്യൂ 21% വർദ്ധിച്ച് 84 കോടിയിൽ നിന്നും 102 കോടിയിലേക്ക് എത്തി. ബെൻസാലി എഞ്ചിനീയറിംഗ് പോളിമറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 5.6% വർദ്ധിച്ച് 50 കോടിയിൽ നിന്നും 53 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 15.5% വർദ്ധിച്ച് 294 കോടിയിൽ നിന്നും 340 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റ 8.9% വർദ്ധിച്ച് 56 കോടിയിൽ നിന്നും 61 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 19.2%-ൽ നിന്നും 18%-ലേക്ക് ഇടിഞ്ഞു. പ്ലാസ്റ്റിക് ബ്ലെൻസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 41.8% വർദ്ധിച്ച് 7.6 കോടിയിൽ നിന്നും 10 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 8% വർദ്ധിച്ച് 195 കോടിയിൽ നിന്ന് 211 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 24% വർദ്ധിച്ച് 13 കോടിയിൽ നിന്നും 16 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 6.7%-ൽ നിന്നും 7.7%-ലേക്ക് ഉയരുകയും ചെയ്തു. ജിയോജിത് ഫിനാൻഷ്യൽ സർവീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 107% വർദ്ധിച്ച് 22 കോടിയിൽ നിന്ന് 45 കോടിയിലേക്ക് എത്തി. റവന്യൂ 56% വർദ്ധിച്ച് 116 കോടിയിൽ നിന്ന് 181 കോടിയിലേക്ക് എത്തി. ഇനി ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് വരുന്ന ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, HDFC ലൈഫ് ഇൻഷുറൻസ്, ജിയോ ഫിനാൻഷ്യൽ സർവീസ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഏഞ്ചൽ വൺ, സ്പൈസ് ജെറ്റ്, ഡെൻ നെറ്റ്വർക്ക്, ഹഡ്സൺ ആഗ്രോ പ്രൊഡക്റ്റ്, ആറ്റം വാൽവ്, ബനാറസ് ഹോട്ടൽസ്, ജിയ ഇക്കോസിസ്റ്റം, കെൽട്ടോൺ ടെക് സൊല്യൂഷൻസ്, മോഡേൺ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോജക്റ്റ്, മൊണാർക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റൽ, MRP ആഗ്രോ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് പുറത്തു വരുന്നത്. ഫാർമ സെക്ടറിൽ നിന്നും ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ലുപ്പിൻ. ഏപ്രിൽ 8 തീയതി മുതൽ ഏപ്രിൽ 12 വരെ US സ്റ്റേറ്റ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ ഇൻസ്പെക്ഷന് ശേഷം എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ലുപ്പിൻ എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ലുപ്പിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. മാരിക്കോ എന്ന കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ആനുവൽ റിപ്പോർട്ടിൽ മീഡിയം ടേമിൽ കമ്പനി ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് ആണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഡൊമസ്റ്റിക് റവന്യൂവിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വളർച്ച കമ്പനി ലക്ഷ്യമിടുന്നു. ഈ ആനുവൽ ബിസിനസ് അപ്ഡേറ്റ്സിൻ്റെ പശ്ചാത്തലത്തിൽ മാരിക്കോ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്.
റെയിൽവേ സെക്ടറിൽ നിന്നും RVNL, ജൂപ്പിറ്റർ വാഗൺ തുടങ്ങിയ 2 സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. RVNLന് സെൻട്രൽ റെയിൽവേയിൽ നിന്നും 132 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. നാഗ്പൂർ ഡിവിഷനിൽ ഇലക്ട്രിക് ട്രാക്ഷൻ സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യുന്നതിനുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ജൂപ്പിറ്റർ വാഗൺ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന QIPയിൽ കമ്പനിക്ക് മികച്ച റെസ്പോൺസ് ലഭിച്ചു. 800 കോടി രൂപയുടെ QIPയിൽ 2800 കോടി രൂപയുടെ ബിഡാണ് ലഭിച്ചത്. അതായത് 3.5 ടൈംസ് സബ്സ്ക്രിപ്ഷനാണ് QIPക്ക് ലഭിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്കിലും ഒരു ബൈയിങ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ഡിഫൻസ് സെക്ടറിൽ നിന്നും ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് അപ്പോളോ മൈക്രോസിസ്റ്റം. ഇന്ത്യൻ ആർമിയുടെ DAP 2020 പ്രോജക്റ്റ് വഴി അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന കമ്പനിക്ക് വെഹിക്കിൾ മൗണ്ടഡ് കൗണ്ടർ സ്വാൻ ഡ്രോൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇത് അപ്പോളോ മൈക്രോസിസ്റ്റത്തെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. EMS എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡ് പവർ കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും EMS സിസ്റ്റം എന്ന കമ്പനിക്ക് 141 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സൊമാറ്റോയുടെ സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ സബ്സിഡറി കമ്പനിയെ സൊമാറ്റോ ഡിസോൾവ് ചെയ്തു. RSWM എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള തെർമൽ പവർ പ്ലാന്റ് 48 കോടി രൂപയ്ക്ക് വിറ്റഴിക്കുന്നതിന് വേണ്ടി RSWM എന്ന കമ്പനി ഡിഡ്വാനിയ ട്രേഡിംഗ് കമ്പനിയുമായി ചേർന്ന് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.